വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഹല്യ സദാനന്ദന്റെ കാഞ്ഞൂർ പഞ്ചായത്ത് പര്യടനം തുറവുങ്കര വായനശാല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. തെക്കേ അങ്ങാടിയിൽ സമാപിച്ച പര്യടനത്തിന്റെ സമാപന സമ്മേളനം എംഎൽഎ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. കാലടി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അഹല്യ സദാനന്ദന്റെ കാഞ്ഞൂർ പഞ്ചായത്ത് പര്യടനം തുറവുങ്കര വായനശാല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, വാർഡ് സ്ഥാനാർത്ഥികളും പര്യടനത്തിൽ പങ്കുചേർന്നു. പഞ്ചായത്തിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുടെ വൻ പിന്തുണയാണ് ലഭിച്ചത്. തെക്കേ അങ്ങാടിയിൽ സമാപിച്ച പര്യടനത്തിന്റെ സമാപന സമ്മേളനം എംഎൽഎ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്ക് അനുകൂലമാണ്. ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഏത് പ്രതിനിധിയാലും, ആ സ്ഥാനാർത്ഥിയല്ല, ഏത് പ്രതിനിധിയാലും ആ പ്രതിനിധിയെ തോൽപ്പിക്കാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാരണം അത്രമാത്രം പ്രതിഷേധമുണ്ട്. വിലക്കയറ്റത്തിന്റെ കാര്യത്തിലായാലും നമുക്കറിയാം, വിലക്കയറ്റം ഇന്ന് നാടിനെ, കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കി മുന്നോട്ട് പോയിരിക്കുകയാണ്. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. തുറവുങ്കര വായനശാല കവലയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ UDF മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് കോയിക്കര അധ്യക്ഷത വഹിച്ചു. RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PH നൌഷാദ്, CK ഡേവിസ്, നെടുമ്പാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് KN കൃഷ്ണകുമാർ, PI നാദിർ ഷാ, തോമസ് കോയിക്കര, ജില്ലാ സ്ഥാനാർത്ഥി അഹല്യ സദാനന്ദൻ, ബ്ലോക്ക് സ്ഥാനാർത്ഥി KV പോളച്ചൻ, വാർഡ് സ്ഥാനാർത്ഥികളായ ലിൻഡ പോൾ, എബിൻ ഡേവിസ്, ജെസ്സി ലിജോ, ജോപി ബൈജു, MC രഘു തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളും കോൺഗ്രസ് പ്രവർത്തകരും പ്രചരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാലടി. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.